ആറാം ക്ലാസ്സിലെ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ആംഗിൾസ് വരയ്ക്കാനും ആംഗിൾസ് മെഷർ ചെയ്ത് നോക്കാനും ഒക്കെ പഠിച്ചു. ഇപ്പോൾ പേജ് നമ്പർ 13 ടെക്സ്റ്റ് ബുക്കിലകത്ത് മെഷർ ചെയ്ത് ആംഗിൾ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത പേജ് നമ്പർ 14 എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദ നോട്ട്ബുക്ക്. ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദ നോട്ട്ബുക്ക്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കാനാണ്. ഞാനിന്ന് റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അളന്ന് നമുക്ക് മെഷർ ചെയ്ത് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ത്രികോണത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. സ്കെയിൽ എടുക്കുക, 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് കോണുകൾ തന്നിട്ടുണ്ടല്ലേ? രണ്ട് കോണുകൾ ഏതൊക്കെയാണ്? 50 ഡിഗ്രി വീതം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 50 ഡിഗ്രി, റൈറ്റിൽ നിന്ന് 50 ഡിഗ്രി. അപ്പോൾ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എടുക്കുക, ലെഫ്റ്റിൽ വയ്ക്കുക, 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റൈറ്റിലോട്ട് പോയ വരയിൽ നിന്നാണ് 0 നോക്കേണ്ടത്. 0, 50 എടുക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ പോയിന്റിലേക്ക് നമുക്ക് നീളത്തിലൊരു വര കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ റൈറ്റിലെ പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുക. ലൈനിൻ്റെ ലെഫ്റ്റിൽ നിന്ന് 0യിൽ നിന്ന് മാർക്ക് ചെയ്ത് 50ലേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അപ്പോൾ കൂട്ടിമുട്ടിയത് കണ്ടോ? ആ കൂട്ടിമുട്ടിയ പോയിൻ്റ് കഴിഞ്ഞ് ശേഷമുള്ളത് നമുക്ക് മായ്ച്ച് കളയാം. മായ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. എന്താണ്? ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇത് 50 ഡിഗ്രി. ഇതെത്രയാണ്? 50 ഡിഗ്രി. രണ്ടാമത്തെ ഫിഗറും ഒരു ട്രയാങ്കിളാണ്. നമുക്ക് വരയ്ക്കാം. ബേസ് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുക്കുക. ഈ 5 സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് 5 എന്ന് മാർക്ക് ചെയ്യാം. 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് റൈറ്റിലെ ആംഗിൾ ഇവിടുത്തെ 90 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിളാണ് അല്ലേ? വലതുവശത്തേക്ക് കൊടുത്തിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക, സെൻറ്റർ കൊണ്ട് നേരെ വെച്ച് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി കറക്റ്റ് മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ഇവിടെ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് 30 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വയ്ക്കുക. റൈറ്റിലെ 0യിൽ നിന്നും 30യിലേക്ക് പോയിൻ്റ് കൊടുക്കുക, നീട്ടി വരയ്ക്കുക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മായ്ച്ച് കളയുക കേട്ടോ. ഇവിടെ 30 എന്ന് കൊടുക്കാം. 30 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 90 ഡിഗ്രി. ഇതെന്താണ്? 5 സെൻറ്റിമീറ്റർ. ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നു. ഇപ്പം നമ്മൾ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിളില്ലേ? ഇപ്പോൾ 90 ഡിഗ്രിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? 90 ഡിഗ്രിയെ എങ്ങനെ പറയും? റൈറ്റ് ആംഗിൾ എന്ന് പറയും. എന്താണ്? റൈറ്റ് ആംഗിൾ. മലയാളത്തിൽ എന്താണ്? മട്ടകോണെന്ന് പറയും കേട്ടോ. മട്ടകോൺ. അപ്പോൾ ഇത് ഒരു ഡിഗ്രി 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിളാണ്. അതിന് മലയാളത്തിൽ എന്ത് പറയും? മട്ടകോൺ. അത് മട്ടത്രികോണം. ഈ ത്രികോണത്തിനെ മട്ടത്രികോണം എന്ന് പറയും. മട്ടത്രികോണം. പിന്നെ എന്താണ് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളെന്നോ റൈറ്റ് ട്രയാങ്കിളെന്നോ ഒക്കെ നമ്മൾ ഈ ത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. ഒരു ലൈനിൽ ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ച് ആ ലൈനിൽ വേറൊരു ലൈൻ ഇങ്ങനെ വീഴുമല്ലോ. ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് 90 ഡിഗ്രി അല്ലേ കിട്ടുന്നത്? ഇവിടെ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് ലൈനും എന്താണെന്ന് പറയും? ഈ രണ്ട് രേഖകളും പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. എന്താ? പെർപെൻഡിക്കുലർ അഥവാ എന്താണ്? ലംബമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പരസ്പരം രണ്ട് ലൈനുകൾ തമ്മിൽ, രണ്ട് വരകൾ തമ്മിൽ 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ അവ പെർപെൻഡിക്കുലർ ആണെന്ന് അല്ലെങ്കിൽ ലംബമാണെന്ന് പറയും. ഇനിയിപ്പോൾ ഇങ്ങനെ വന്ന് വീണാലോ? ഇങ്ങനെ വീണാലും ഇവിടെ ഇപ്പോൾ 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ രണ്ട് ലൈനുകളും എന്താണ്? ലംബമാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, മൂന്നാമത് വരയ്ക്കാൻ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു രൂപമാണ് അല്ലേ? അതായത് ഒരു 4 വശമുള്ള രൂപമാണ്. ഒരു ചതുർഭുജമാണ്. അതായത് അതിൽ മുകളിൽ ഒരു ട്രയാങ്കിൾ കാണാം, മുകളിൽ ഒരു ത്രികോണം കാണാം, താഴെ ഒരു ത്രികോണം കാണാം അല്ലേ? നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് സ്കെയിലിൽ അളക്കാനുള്ള അളവ് വേണം ആദ്യമേ അളന്ന് എഴുതാൻ. 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളക്കാം. 6 സെൻറ്റിമീറ്റർ. ഇനി ഇതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിളുകൾ, കോണുകൾ നോക്കിക്കേ. ഇവിടെ 20 ഡിഗ്രി, മുകളിൽ രണ്ട് വശങ്ങളിലും 20 ഡിഗ്രിയാണ്. അപ്പോൾ മുകളിലത്തെ രണ്ട് വശങ്ങളിലെയും 20 ഡിഗ്രി എടുക്കാം.
അപ്പോൾ ഇവിടെ പോയിന്റിൽ സെൻറ്റർ വെച്ചതിന് ശേഷം റൈറ്റിലത്തെ സീറോയിൽ നിന്ന് 20 ഡിഗ്രി മാർക്ക് ചെയ്തു. നീട്ടി വരയ്ക്കുക. ഇനി ഇവിടെ നിന്ന് അല്ലേ ഈ പോയിന്റിൽ റൈറ്റിലെ പോയിന്റിൽ വെച്ചുകൊണ്ട് സെൻറ്റർ വെച്ചുകൊണ്ട് ലെഫ്റ്റിലെ സീറോയിൽ നിന്നും എന്ത് ചെയ്യുക 20 മാർക്ക് ചെയ്യുക. 20 മാർക്ക് ചെയ്തു, നീട്ടി വരച്ചു. അപ്പോൾ ഇതിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് മുകളിലത്തെ ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇനി പ്രൊട്രാക്ടർ തിരിച്ച് വെച്ചതിന് ശേഷം ഒന്നുകിൽ ബുക്ക് തിരിച്ച് വെച്ചോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ തിരിച്ച് വെച്ചിട്ടോ എന്ത് ചെയ്യുക ഈ സെൻറ്റർ ഇവിടെ വെച്ചതിന് ശേഷം റൈറ്റിലത്തെ സീറോയിൽ നിന്ന് ഈ സീറോയിൽ നിന്ന് 20 മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു 20 ഡിഗ്രി കിട്ടി, നീട്ടി വരച്ചു. ഇനി വീണ്ടും ഈ പോയിൻ്റ് ഇവിടെ മുട്ടിക്കുക. റൈറ്റിലെ സീറോയിൽ കൊണ്ടുവച്ച് റൈറ്റിലെ സെൻറ്ററിൽ വെച്ച് പോയിന്റിൽ വെച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് സീറോയിൽ നിന്ന് മാർക്ക് ചെയ്യുക 20. നീട്ടി വരയ്ക്കുക. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം എറൈസ് ചെയ്ത് കളയാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ചെയ്തിരുന്നാൽ മതി, എറൈസ് ചെയ്ത് കളയുക. അപ്പോൾ ഇതിനുള്ളിലൊക്കെ എത്ര ഡിഗ്രിയാണ് 20 ഡിഗ്രി വീതം. ഇവിടെ 20 ഡിഗ്രി, ഇവിടെ 20 ഡിഗ്രി. നമ്മൾ വരച്ച ലൈൻ എത്രയായിരുന്നു 6 സെൻറ്റിമീറ്റർ. നാലാമതായിട്ട് വരയ്ക്കാൻ തന്നിരിക്കുന്നത് ഒരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം? 5 സെൻറ്റിമീറ്റർ നമുക്കറിയാവുന്ന അളവ്, സ്കെയിലിലെ അളവ് ആദ്യം എടുക്കുക. 5 സെൻറ്റിമീറ്റർ എടുക്കുക, വരച്ചു. ഇനി ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് ലെഫ്റ്റിൽ നിന്ന് നമുക്ക് 60 ഡിഗ്രി സെൻറ്ററിലേക്ക് വെച്ചിട്ട് റൈറ്റിലെ സീറോയിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ലെഫ്റ്റിലെ പോയിന്റിൽ വെച്ചതിന് ശേഷം റൈറ്റിലെ സീറോയിൽ നിന്ന് 60ലേക്ക് മാർക്ക് ചെയ്യുക. നീട്ടി വരയ്ക്കുക. ദെൻ അടുത്ത ഈ പോയിൻ്റ് അല്ലേ റൈറ്റിലെ പോയിന്റിലേക്ക് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കൊണ്ട് വെച്ചതിന് ശേഷം ലെഫ്റ്റിലെ സീറോയിൽ നിന്ന് നമുക്ക് എത്രയാണ് വേണ്ടത് 120 അല്ലേ. അപ്പോൾ ഇങ്ങ് വരും 120 ഇവിടെയാണ്. നീട്ടി വരയ്ക്കുക. ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റിൽ 3 സെൻറ്റിമീറ്റർ റൈറ്റിലും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിലെടുത്ത് 3 സെൻറ്റിമീറ്റർ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തിരിച്ച് വെച്ചാൽ നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 എവിടെയാണോ ഇരിക്കുന്നത് അവിടെ 3യുടെ എവിടെ ഒരു കുത്തിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു കുത്തിട്ട് കൊടുക്കുക. ഇനി അതുപോലെ ഇവിടെ നിന്നും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ 3യുടെ എവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കുത്തിട. എന്നിട്ട് ആ 2 കുത്തുകളും കൂടി ആ 2 പോയിൻറ്റുകളും കൂടി എന്ത് ചെയ്യുക യോജിപ്പിക്കുക. നമ്മൾ നീട്ടി വരച്ച ലൈനൊക്കെ എന്ത് ചെയ്യുക എറൈസ് ചെയ്ത് കളയുക. ഓക്കെ, നമുക്ക് ഇവിടെ എത്രയാണ് 5 സെൻറ്റിമീറ്റർ, ഇത് 120 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാവരും ഈ ഫിഗറുകളൊക്കെ വരച്ച് നോക്കുക.